നമസ്കാരം, KCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തൽ കർഷക താൽപര്യം അനുസരിച്ചായിരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അഴിമതിയുടെ കരങ്ങൾ വിദ്യാലയങ്ങളിലും. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൃക്ഷങ്ങൾ വിറ്റതിൽ വ്യാപക അഴിമതി. കുടുംബശ്രീയെ CPM-ന്റെ കുടുംബസ്വത്താക്കാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് A.A. ഷുക്കൂർ. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്താനുള്ള പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് കർഷക താൽപര്യം അനുസരിച്ചാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. തകഴി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേർന്ന പാടശേഖര സമിതി ഭാരവാഹികളുടെയും ജനപ്രതിനിധികളുടെയും യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 6-ന് കേന്ദ്ര കൃഷിമന്ത്രി ജില്ല സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും ഇതിനു മുമ്പ് കൃഷിക്കാരുടെ ആവശ്യപ്രകാരമുള്ള പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകാനും MP ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഏറ്റവും കൂടുതൽ മടവീഴ്ച ഉണ്ടാകുന്ന, ഏറ്റവും കൂടുതൽ കൃഷിനാശം ഉണ്ടാകുന്ന, കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഹാർട്ട് ഓഫ് കുട്ടനാട്, കുട്ടനാടിന്റെ ഹൃദയഭാഗം, അതായത് കുട്ടനാട് താലൂക്ക്, അവിടുത്തെ പാടശേഖരങ്ങൾ ആദ്യം എടുക്കാം. അങ്ങനെയാണ് നേരത്തെ MP പറഞ്ഞതുപോലെ ഏതാണ്ട് 390 പാടശേഖരങ്ങൾ കുട്ടനാട് താലൂക്കിലെ 13 പഞ്ചായത്തുകളിലെ കോൺട്രാക്ടർമാര് ടെൻഡർ വെച്ചുള്ളൂ, എടുക്കാൻ തയ്യാറായി, ബാക്കിയൊന്നും എടുക്കാൻ തയ്യാറല്ല. വീണ്ടും ധർമ്മ സങ്കടത്തിനായി. എങ്ങനെ? അപ്പോൾ നമ്മള് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കമ്പോണൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. AC കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ടെൻഡർ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം പുരോഗമിക്കുമ്പോഴും നമ്മുടെ പാടശേഖരങ്ങളുടെ ബണ്ട് നിർമ്മാണം അതാണ് പുരോഗതി. എന്നാൽ നമുക്കറിയാം, കൈനഗിരി പഞ്ചായത്തിലെ റാണി ചിത്ര മാർത്താണ്ഡ CD കായലുകളുടെ പൈലൻ സ്ലാബ്, അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി, മിക്കവാറും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. കുറെ ഇനി ബാലൻസ് ഉണ്ട്, അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൈലൻ സ്ലാബ് റാണി ചിത്ര മാർത്താണ്ഡം CD ബ്ലോക്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ AC കനാലിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് അടുത്ത കാലത്ത് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. തോട്ടപ്പള്ളി സ്പിൽവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നു. എന്നിട്ടും മേജർ ഇഷ്യൂ ആയ, ഏറ്റവും പ്രധാനപ്പെട്ട, കർഷകർക്ക് ഏറ്റവും വലിയ ദുരിതം ഉണ്ടാകുന്ന പാടശേഖരങ്ങളുടെ ബണ്ട് ബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്താതെ പോകുന്നു എന്നുള്ള സാഹചര്യമുണ്ടായി. പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിച്ചിട്ട് കരാറുകാർ ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ കല്ലുകെട്ടടക്കമുള്ള പ്രവൃത്തികൾ വിഭജിച്ച് ടെൻഡർ വിളിക്കാൻ പ്രോസ്പെരിറ്റി കൗൺസിൽ തീരുമാനിച്ചതായി തോമസ് ചാണ്ടി MLA അറിയിച്ചു. ഇനി 300 ചെല്ലുവാനും കോൺട്രാക്ടർമാരെ കണ്ടുപിടിച്ച് ടെൻഡർ ചെയ്ത് അവര് ലോകത്തുള്ള സകല കോറികളിൽ നിന്നും 10,000-കണക്കിന് ലോഡ് കല്ല് കൊണ്ടുവരുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കൊന്നും ധൈര്യമില്ല കൊണ്ടുവരാമെന്ന്. കാരണം പരിസ്ഥിതി നിയമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുക. കോൺട്രാക്ട് പിടിച്ച അവരുടെ തലയില്ല. അതുകൊണ്ട് അവരത് ഏക്കത്തില്ല. ഇത്രയും വലിയ ഭീമമായ ക്വാണ്ടിറ്റി കല്ലുകൾ കൊണ്ടുവന്ന് 5-8 കിലോമീറ്റർ ചുറ്റമുള്ള പാടങ്ങൾ കിട്ടാമെന്ന് അവർക്ക് ധൈര്യമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. എന്റെ പാടം പൊങ്ങേപ്പാടം, കൈനഗിരി നെടുമുടി പഞ്ചായത്തുകളിലായിട്ട് കിടക്കുന്ന പൊങ്ങേപ്പാടം, എന്റെ വീടിന്റെ മുമ്പിൽ ആരും കല്ലിടണം, ഒന്നാന്തരം കല്ലിടണം. ഞങ്ങളുടെ പുറത്തിൽ പള്ളിയുണ്ട്, നല്ല അടിപൊളി കല്ലിടണം. എന്റെ ഇടതുവശത്ത് പാലത്തിക്കാട്ട് അമ്പലമുണ്ട്, അവരും കല്ലിടിക്കുന്നു. പിന്നെ താമസിക്കുന്ന സമ്പന്മാരുടെ വീടുകളൊക്കെ നല്ലതായിട്ട് കല്ലിട്ടിട്ടുണ്ട്. അവിടെ ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് ഞങ്ങളുടെ കല്ലുകളോട്ട് കവിഞ്ഞ് കയറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, പാടശേഖര കമ്മിറ്റികളോട് ആവശ്യപ്പെടണം, നിങ്ങൾ കൃഷി നടത്തുമ്പോൾ ഭീഷണി ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അത് നിങ്ങൾ ഇന്നടം മുതൽ ഇന്നടം വരെ 1/2 കിലോമീറ്ററിൽ കൂട്ടാം. 1/2 കിലോമീറ്റർ അത് 750 ആണെങ്കിൽ 250 ആയിക്കോളും. വലിയ വർക്കെടുത്ത് ചെയ്യാൻ ചിലപ്പോൾ ആള് കാണും. കൊച്ചു കൊച്ചു കോൺട്രാക്ടർമാര് കുട്ടനാട്ടിൽ ധാരാളമുണ്ട്. അവർക്കും ഒരു ഉത്സാഹമാകും, അവർക്കും പണിയാകും. യോഗത്തിൽ ജില്ലാ കളക്ടർ N. പത്മകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ER രാധാകൃഷ്ണപിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, കുട്ടനാട് പാക്കേജ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൃക്ഷങ്ങൾ വിറ്റതിൽ വൻ അഴിമതി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങൾ കേവലം 65,000 രൂപയ്ക്ക് വിറ്റതായാണ് പരാതി. സ്കൂളിന് ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റാനാണ് അനുമതി നൽകിയിരുന്നത്. എന്നാൽ സ്കൂൾ കെട്ടിടത്തിന് യാതൊരു ദോഷവും വരുത്താതിരുന്ന മരങ്ങളാണ് ഈ വിധത്തിൽ മുറിച്ചു വിറ്റിരിക്കുന്നത്. കുട്ടികൾക്ക് തണൽ മാത്രം നൽകിയിരുന്ന മരങ്ങളാണ് വെട്ടിയിരിക്കുന്നത്. സ്കൂൾ കെട്ടിടത്തിന് ദോഷകരമായ വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന പാഴ്മരങ്ങളാവട്ടെ വെട്ടിയതുമില്ല. തേക്ക്, ആഞ്ഞിലി, ബദാം തുടങ്ങിയ മരങ്ങളാണ് വെട്ടിവിറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്, BJP നേതാക്കൾ സ്കൂൾ പരിസരം സന്ദർശിച്ച ശേഷം പ്രധാന അധ്യാപകരുമായി ചർച്ച നടത്തി. സ്കൂളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിലെ അഴിമതി പുറത്തുകൊണ്ടുവരാൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് നിവേദനം നൽകുമെന്ന് വെളിയനാട് ബ്ലോക്ക് മെമ്പർ CV രാജീവ് പറഞ്ഞു. യാതൊരു അപകട ഭീഷണിയും ഉയർത്താതെ നിന്നിരുന്ന തണൽ വൃക്ഷങ്ങൾ വെട്ടി വിറ്റ് പണമാക്കി മാറ്റിയതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അടങ്ങുന്ന ജനങ്ങൾക്ക് അതിഭയങ്കരമായ പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി സ്കൂൾ ഹെഡ്മാസ്റ്ററോട് സംസാരിക്കുകയും ഒരു തടിക്ക് മാത്രം 1.5 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ആഞ്ഞിലി തടിയും 35,000 രൂപയിലധികം വില മതിക്കുന്ന ഒരു മഹാഗണി മരവും ഉൾപ്പെടെ 9 വൃക്ഷങ്ങളാണ് വെറും 44,000 രൂപയ്ക്ക് ഇവിടെ ലേലം ചെയ്ത് വിറ്റെന്ന് അവകാശപ്പെടുന്നത്. നാട്ടിലെ ഏതാനും ചില ആളുകൾ, PTA അംഗങ്ങളായ, PTA ഭാരവാഹികളായ ഏതാനും ചില ആളുകളുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ സ്കൂളിൽ നടന്നു വന്ന അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ കഥയാണിത്. ഇതിന് ഇനി ഈ സ്കൂൾ അഴിമതി നടത്തുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറല്ല. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് വൻപിച്ച ബഹുജന പ്രക്ഷോഭം ഈ സ്കൂളിലെ അഴിമതിക്കെതിരെ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്കൂൾ തകർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമെന്ന് BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുഭാഷ് പറമ്പിശ്ശേരി. നമ്മുടെ ഗവൺമെന്റ് തന്നെ മരം നട്ട് വളർത്തുന്നതിന് ഒരുപാട് ഫണ്ട് ചെലവാക്കുമ്പോൾ ഇവിടുത്തെ കിടങ്ങറ സ്കൂളിലെ കുട്ടികൾക്ക് നല്ല തണൽ കിട്ടിക്കൊണ്ടിരുന്ന വൃക്ഷങ്ങളാണ്, യാതൊരു അപകട ഭീഷണിയും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ, നല്ല ഫലവൃക്ഷങ്ങൾ, അതായത് ആഞ്ഞിലിയൊക്കെ സ്കൂളിന്റെ ഏതാണ്ട് കെട്ടിടത്തിന് 250 മീറ്ററെങ്കിലും അകലെ നിൽക്കുന്ന ആഞ്ഞിലിയാണ്. യാതൊരു ഭീഷണിയോ അല്ലെങ്കിൽ യാതൊരു തടസ്സവും ഇല്ലാത്ത നിന്നിരുന്ന മരങ്ങളാണ്. ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും മറ്റു ചില കോൺട്രാക്ടർമാരും, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ അധ്യാപകരും കൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത്തരം അഴിമതികൾ ഇവിടെ നടക്കുന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും അഴിമതിയാണ് കാണുന്നത്. ഈ സ്കൂളിനെ ഒരു കറവപ്പശുവാക്കിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുതലെടുക്കുന്നതിനെ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. സ്കൂളിൽ നടക്കുന്ന അഴിമതികൾ തുറന്നുകാട്ടി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തെഴുതുമെന്നും പറമ്പിശ്ശേരി പറഞ്ഞു. അതേസമയം സ്കൂളിൽ നിന്നും മരങ്ങൾ വെട്ടിയത് എല്ലാ നിയമങ്ങളും പാലിച്ചാണെന്ന് പ്രധാന അധ്യാപകൻ അറിയിച്ചു. നേരത്തെ തന്നെ ഞാൻ സ്കൂൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന HM കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ PTA തീരുമാനപ്രകാരം കൊടുത്ത അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തും DD ഒക്കെ നിർദ്ദേശ അടിസ്ഥാനത്തിൽ നിലയം നടത്തിയിരുന്നു. അന്ന് ഒരാൾ മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ഒരാൾ മാത്രമായി പങ്കെടുത്തുകൊണ്ട് ലേലം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് DDക്കും ജില്ലാ പഞ്ചായത്തിനൊക്കെ അപേക്ഷ കൊടുക്കുകയും അവർ വീണ്ടും പുനർലേലം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. ഉടൻ ലേലം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ 30/9/2014 ലേലം ചെയ്യുകയും അതിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ വില നൽകിയ ആൾക്ക് ലേലം ഉറപ്പിക്കുകയും ചെയ്തു. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീയെ CPMന്റെ ഹോൾസെയിൽ ഏജന്റ് ആവാൻ സമ്മതിക്കില്ലെന്നും കുടുംബശ്രീ കോൺഗ്രസിന്റെ സൃഷ്ടിയാണെന്നും DCC പ്രസിഡന്റ് AA ഷുക്കൂർ. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയ സംഘമാണ് കുടുംബശ്രീ. 9ഓളം CDSകൾ നടത്തിയ സാമ്പത്തിക തിരിമറികൾ പുറത്തുവന്നു. ഈ കണക്കുകൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് DMC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ നടപടിയുണ്ടാവും എന്നതിൽ ഭയന്നാണ് സമരവുമായി ഒരു കൂട്ടർ രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CPM കുടുംബശ്രീയുടെ ഹോൾസെയിൽ ഏജന്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ ഹോൾസെയിൽ ഏജന്റ് ആക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു. കുടുംബശ്രീ കോൺഗ്രസിന്റെ സൃഷ്ടിയാണ്. AK ആന്റണി 1992 കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആലപ്പുഴ നഗരത്തിൽ തുടങ്ങിയ ആദ്യത്തെ സംഘമാണ്, സൊസൈറ്റിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. അവിടെ നിന്നാണ് കുടുംബശ്രീ ഉണ്ടാകുന്നത്. ഈ കുടുംബശ്രീ ഈ അടുത്ത കാലത്ത് ചെയ്ത് കൂട്ടിയ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നു. 9ഓളം CDSകൾ പാലമേൽ, പുറക്കാട്, മുതുകുളം, മാരാരിക്കുളം, തുറവൂര്, ഇങ്ങനെ തുടങ്ങി 9ഓളം
CDSകളുടെ സാമ്പത്തിക തിരിമറി ഓഡിറ്റ് ഒബ്ജക്ഷനിലൂടെ പുറത്തു വരുന്നു. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് ഇപ്പോഴത്തെ കുടുംബശ്രീയുടെ DMC കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ പുനഃസംഘടന നടക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ചിലർ നടത്തിയ നാടകത്തിന്റെ ഭാഗമായാണ് കൈനകരിയിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചതെന്ന് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PR മനോജ്. DCC വൈസ് പ്രസിഡന്റ് MN ചന്ദ്രപ്രകാശിനും മറ്റ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കുമെതിരെ കൈനകരിയിൽ പോസ്റ്റർ ഒട്ടിച്ചത് അധികാരമോഹികളാണ്. തങ്ങൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കുന്നവർ നിയമ നടപടിക്ക് തയ്യാറാവണമെന്നും PR മനോജ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായി കൈനകരിയിൽ കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കെതിരായിട്ട് വ്യാജമായിട്ടുള്ള പോസ്റ്ററുകൾ രാത്രികാലങ്ങളിൽ ആരോ പതിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ പോസ്റ്ററിന് പിന്നിൽ പ്രവർത്തിച്ചവർ തീർച്ചയായിട്ടും നമുക്കറിയുവാൻ കഴിയുന്നിടത്തോളം ഇപ്പോൾ പാർട്ടി പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന നേതൃത്വത്തെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിന് പിന്നിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് കുറച്ച് നാളുകളായിട്ട് ഇതുപോലെയുള്ള പരാമർശങ്ങളുമായിട്ട് അവർ പല ഭാഗങ്ങളിലായി ബന്ധപ്പെട്ടിരുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് മറുപടി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് കേസുകൾ കൊടുക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് തികഞ്ഞ ആദരവ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിർത്തുവാൻ, നിങ്ങളെ നിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതിന് പിന്നിൽ നിങ്ങളാണെന്ന് ഞങ്ങൾ എങ്ങും പറഞ്ഞിട്ടില്ല. മറ്റൊന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇതിനു മുമ്പ് കൈനകരി പല പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള വ്യാജമായിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതിലേറെ CPM-നെതിരെയാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അന്നും ഞങ്ങൾ പറഞ്ഞത് രാത്രിയുടെ മറവിലല്ല ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. ആർക്കെങ്കിലും ഇതിന്റെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ അത് വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും പകൽ വെളിച്ചത്തിൽ ചെയ്യണമെന്ന് അന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പം പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നും നാളെയും എന്നും ഇതുപോലെയുള്ള വ്യാജന്മാരോടൊപ്പം നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ പറയുകയുണ്ടായി ആരോ പണം വാങ്ങി എന്നുള്ള കാര്യത്തിൽ. ഞങ്ങളൊക്കെ കൈനകരിയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എന്നും രാവിലെ എഴുന്നേറ്റ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നവരാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇന്ന് വരെയായിട്ടും ഞങ്ങളുടെ അടുത്ത് ആരും ഇതുവരെയായിട്ടും ഒരു പൈസ പോലും നിങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആരും സമീപിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നും ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടന്നവരാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഈ നിയമത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ട് നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ട് നിയമവുമായി ബന്ധപ്പെട്ട് പൊളുങ്ങുന്ന സ്റ്റേഷനിലോ നെടുമുടി സ്റ്റേഷനിലോ ഈ ആരോപണം ഉന്നയത്തിന്റെ പിറകെ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. അങ്ങനെ ഈ ഒരു പുകമറ സൃഷ്ടിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുവനാടൻ കലാമേള തിങ്കളാഴ്ച ചെങ്ങന്നൂരിൽ ആരംഭിക്കുമെന്ന് PC വിഷ്ണുനാഥ് MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെങ്ങന്നൂർ ബുധനൂരിൽ കാപ്പൊലി എന്ന പേരിലാണ് കലാമേള സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ 14 ജില്ലകളിൽ നിന്നുള്ള 400ഓളം കലാകാരന്മാർ പങ്കെടുക്കുമെന്ന് PC വിഷ്ണുനാഥ് അറിയിച്ചു. കാപ്പൊലി എന്ന പേരിലാണ് ഈ മാസം 20, 21, 22 തീയതികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന യുവ നാടൻ കലാമേള സംഘടിപ്പിക്കുന്നത്. ഇത് 2ാം തവണയാണ് ബുധനൂരിൽ വെച്ച് കാപ്പൊലി സംഘടിപ്പിക്കുന്നത്. ആദ്യ തവണ കാപ്പൊലി സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ജനകീയ പങ്കാളിത്തമാണ് ആ പ്രദേശത്തുണ്ടായത്. നാടൻ കലകളോടും അനുഷ്ഠാന കലാരൂപങ്ങളോടും ചെറുപ്പക്കാർക്കുള്ള വലിയ താല്പര്യം മനസ്സിലായതുകൊണ്ടാണ് കാപ്പൊലിക്കൊരു 2nd എഡിഷൻ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട യുവജനക്ഷേമ ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ PK ജയലക്ഷ്മിയും യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ PS പ്രശാന്തും മെമ്പർ ശ്രീ CR മഹേഷും എല്ലാം അടങ്ങുന്ന സ്റ്റേറ്റ് യൂത്ത് വെൽഫെയർ ബോർഡ് ചെങ്ങന്നൂരിന് വീണ്ടും കാപ്പൊലി എന്ന പേരിൽ ഒരു യുവനാടൻ കലാമേളയ്ക്ക് വാർത്താസമ്മേളനത്തിൽ CR മഹേഷ്, B ദിൽജിത്ത്, S ചന്ദ്രികാദേവി എന്നിവരും പങ്കെടുത്തു. വടക്കൻ വെളിയനാട് അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാം വാർഷികവും വടംവലി മത്സരവും ഞായറാഴ്ച നടക്കും. അക്ഷര ജംഗ്ഷനിൽ നടക്കുന്ന വാർഷികാഘോഷം കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MJ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി.
സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. രണ്ടാം കൃഷി വിളവെടുത്ത ചക്കങ്കരി പാടശേഖരത്തെ നെല്ല് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട കൂലിത്തർക്കത്തിന് പരിഹാരമായി. 2 ദിവസം മുമ്പും പാടശേഖരത്ത് BMS CITU തൊഴിൽ തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം മുടങ്ങിയിരുന്നു. ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നെല്ല് സംഭരണം ആരംഭിച്ചത്. എന്നാൽ ശനിയാഴ്ച വീണ്ടും തൊഴിലാളികൾ കൂലിത്തർക്കവുമായി വന്നതോടെയാണ് നെല്ല് സംഭരണം മുടങ്ങിയത്. നെടുമുടി SIയുടെ മധ്യസ്ഥതയിൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിനെ തുടർന്ന് നെല്ല് സംഭരണം പുനരാരംഭിച്ചു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൂരനാട് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. S മനോജ്, അനിൽ കണ്ടമംഗലം, ഷൌക്കത്ത്, D സന്തോഷ്, രാകേഷ്, R സാം എന്നിവർ സംസാരിച്ചു. കുറച്ചു നാളുകളായിട്ട് 1-2 മാസക്കാലമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയാണ്, +2 ആണ്. നിങ്ങൾക്കറിയാം വാർത്തയുടെ ഉറവിടം എന്താണ് എന്ന് ചോദിച്ചാൽ പുതുതായിട്ട് +2 സ്കൂളുകൾ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ഹയർ സെക്കൻഡറി മേഖലയിലെ ഒരേ ഒരു അധ്യാപക സംഘടനയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം. അങ്ങനെയുള്ള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ യാതൊരു കാരണവശാലും പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുന്നതിനെതിരെ കുട്ടികളുടെ പഠിക്കാനുള്ള അവകാശം തടയപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നവരല്ല. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള അധ്യാപകർ. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുക, ജൂനിയർ അധ്യാപകർ 5 വർഷം തികയുന്ന മുറയ്ക്ക് സീനിയർ ആക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. കഥകളി ആചാര്യൻ മുട്ടാർ ശിവരാമന് വടക്കൻ പറവൂർ കളിയരങ്ങിന്റെ പ്രഥമ കഥകളി പുരസ്കാരം. കഥകളി കലാകാരന്മാരുടെയും കഥകളി ആസ്വാദകരുടെയും സംഘടനയുടെ പ്രഥമ പുരസ്കാരമാണ് കഥകളി ആചാര്യൻ മുട്ടാർ ശിവരാമനെ തേടിയെത്തിയത്. വിഷ്ണു നമ്പൂതിരി മുട്ടാർ ശിവരാമന് പുരസ്കാരം നൽകി. ജോസ് ചുങ്കപ്പുര, MK രാജേന്ദ്രൻ, ജോസ് കുട്ടി ചുങ്കപ്പുര, KP സോമൻ, AK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. നോക്കിയാൽ ചിലരത് ആത്മഹത്യയായി പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു പറഞ്ഞിട്ടില്ലെങ്കിലും അതില് ഒരു കാലഘട്ടം തീർച്ചയായിട്ടും ഇരുളുമൂടിയതായിട്ട് ക്ലേശങ്ങൾ നിറഞ്ഞതായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പലപ്പോഴും സാമ്പത്തികമോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളാണ് വന്നുപെടാറുള്ളതെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചും സാമൂഹികമോ സാമുദായികമോ ആയ പ്രശ്നങ്ങൾ വരെയും വന്നു ഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100 വയസ്സ് പിന്നിട്ടതായ ഈ വലിയ കലാകാരന്റെ പേരിനോട് തീർച്ചയായും ചേർത്ത് വായിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം പ്രാതികൂല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുമാരനാശാൻ പറയുന്നത് പോലെ ഒരു കൈ കൊണ്ട് സഹരിക്കുമെങ്കിൽ മറുകൈ കൊണ്ട് തലോടുകയും ചെയ്യുന്ന ഈ പ്രകൃതി നിയമങ്ങള് ആ അവസ്ഥയിലേക്ക് തീർച്ചയായും
ഒരു നല്ല കാലത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതിന്റെ സൂചനയാണ് ഇന്നിവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള അനുമോദനവും ആശംസയും. നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈശ്യം സൗത്ത് ADSന്റെ വാർഷികം നടന്നു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ MC ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം തമിഴ്നാട്ടുകാരൻ ഒരു ദിവസം പണിമുടക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേപോലെ തന്നെ വിഷം നിറഞ്ഞിട്ടുള്ള പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ദൂഷ്യഫലങ്ങൾ എനിക്ക് തോന്നുന്നത് നെടുമുടി പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലായിട്ടും അനുഭവിക്കുന്നത് ഈ ഭാഗം തന്നെയാണ്. വിഷഭാഗം ഏരിയയിലാണ് വിവിധ തരത്തിലുള്ള രോഗങ്ങളുള്ള അതിമാരകമായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ജൈവ പച്ചക്കറിയെ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുകളിൽ പോളിത്തീൻ ബാഗുകളിൽ നമുക്ക് പച്ചക്കറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മഞ്ജു വാര്യരെയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാലസഭകൾ, ഭാവിയിൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബാലസഭകൾ വാർഡുകളിൽ 5 മുതൽ 10 വരെയുള്ള 15 വരെയുള്ള വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 പേരെന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ വേണ്ടതായിട്ടുണ്ട്. പൊന്നമ്മ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PV വിനോദ്, ബിജി സോണി, AV മുരളി, ബിനു വി ചന്ദ്രൻ, മധു, അജയകുമാർ എന്നിവർ പങ്കെടുത്തു. SWTD ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ അനശ്വരയ്ക്ക് ക്യാഷ് അവാർഡ് നൽകി. നെടുമുടി വാട്ടർ ട്രാൻസ്പോർട്ട് ഓഫീസിന് സമീപം നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ മാസ്റ്റർ PK മോഹനൻ അവാർഡ് നൽകി. ചടങ്ങിൽ ക്ഷേമനിധി ബോർഡ് മെമ്പർ ജയമോഹൻ, ബിജു തങ്കച്ചൻ, ബൈജു എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ IMS ധ്യാനഭവനിൽ നിന്നും ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലേക്ക് ജപമാല റാലി നടന്നു. ശനിയാഴ്ച രാവിലെ 4:30 ആലപ്പുഴ IMS ധ്യാനഭവനിൽ നിന്നും ജപമാല റാലി ആരംഭിച്ചു. കളർകോട്, പള്ളാത്തുരുത്തി, നെടുമുടി, മങ്കൊമ്പ്, കിടങ്ങറ, ചങ്ങനാശ്ശേരി, അരമനപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് ജപമാല റാലി പാറേപ്പള്ളിയിൽ എത്തിച്ചേർന്നത്. നിരവധി വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. പുളിങ്കുന്ന് മംഗലപ്പള്ളിച്ചിറ വീട്ടിൽ MN വിശ്വംഭരൻ നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുളിങ്കുന്ന് മണ്ണങ്കരത്ര വീട്ടിൽ ഏലിയാമ്മ സേവർ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 1:30 പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോനോ ദേവാലയ സെമിത്തേരിയിൽ. പുളിങ്കുന്ന് വാടയ്ക്കൽ ആനിമ്മ ജോസഫ് നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11 പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോനോ ദേവാലയ സെമിത്തേരിയിൽ. ചെമ്പുംപുറം ചേന്നാട്ട് വീട്ടിൽ റോസമ്മ ജോസഫ് നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 2 വൈശ്യംഭാഗം സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ. കൊടുപ്പുന്ന കളത്തിൽപ്പറമ്പിൽ ജോസഫ് KT നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 11 കൊടുപ്പുന്ന സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാടശേഖരങ്ങളുടെ പുറംബണ്ട് ബലപ്പെടുത്തൽ കർഷക താൽപര്യം അനുസരിച്ചായിരിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അഴിമതിയുടെ കരങ്ങൾ വിദ്യാലയങ്ങളിലും. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൃക്ഷങ്ങൾ വിറ്റതിൽ വ്യാപക അഴിമതി. കുടുംബശ്രീയെ CPMന്റെ കുടുംബസ്വത്താക്കാൻ അനുവദിക്കില്ലെന്ന് DCC പ്രസിഡന്റ് AA ഷുക്കൂർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.